അപ്പോൾ ഗൈസ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓസ്മോയുടെ പോക്കറ്റ് 3 ആണ്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് കോംബോ പാക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഡിവൈസാണ്. നമുക്ക് ഇതിൽ 4K 120 ഫ്രെയിം വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവർക്കും അറിയാം, ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര തരംഗമായിട്ടുള്ളൊരു ഡിവൈസാണിത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് 1 ഇഞ്ച് സെൻസറാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം മാക്സിമം ലൈറ്റ് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ഗിംബൽ സിസ്റ്റമാണിത്. നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഫുട്ടേജ് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വരുന്ന ഇതിൻ്റെ 2 ഇഞ്ചാണ് സ്ക്രീന്. അതുപോലെ ഈ കാണുന്നത് ജോയ്സ്റ്റിക്കാണ്. ഇത് നമ്മുടെ റെക്കോർഡിംഗ് ബട്ടണാണ്. അതുപോലെ നമുക്കിത് ഓഫ് ചെയ്യാനും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിതിങ്ങനെ നേരെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ വെർട്ടിക്കലോട്ട് മാറും. ഇത് നമുക്ക് ഹൊറിസോണ്ടലിൽ ഷൂട്ട് ചെയ്യാം. ഇത് ഹൊറിസോണ്ടലിൽ നമുക്ക് 4K നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കലി നമുക്ക് ഷൂട്ട് ചെയ്യാം. ഈ വെർട്ടിക്കലി വരുന്നത് നമുക്ക് 3K നമുക്ക് റെസൊല്യൂഷൻ വരുന്നത്. 3K മാത്രമേ നമുക്ക് വെർട്ടിക്കലായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെയുള്ള ഗ്രിപ്പാണ്. ഇത് നമ്മുടെ ക്യാമറയിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രിപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പാർട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ C ആണ് വരുന്നത്. അത് തന്നെ അതെ, ഇത് നമ്മുടെ ഈ ഒരു ജോയ്സ്റ്റിക്കിൽ 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഫ്രണ്ടിൽ വരും. ഉണ്ടോ? നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെൻറ്റർ അലൈൻ ആവും. ഇതിപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് തിരിക്കാൻ 2 പ്രാവശ്യം നമ്മൾ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ വരും. അതുപോലെ 3 ടൈംസ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ബാക്കിൽ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പം ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു ഒരു ഡിവൈസാണിത്. ഹൊറിസോണ്ടലും ഇതിൻ്റെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റർ കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്റ്റൻഡഡ് ബാറ്ററി ഗ്രിപ്പും പ്ലസ് നമുക്കൊരു മൈക്കും പ്ലസ് ഒരു ട്രൈപ്പോഡിൻ്റെ സ്റ്റിക്കും കൂടെ നമുക്ക് ഇതിനകത്ത്. അപ്പോൾ ഇതാണ് കേസ് നമ്മൾ ഡിജിയുടെ ഓസ്മോ പോക്കറ്റ് 3 എടുത്ത വിഷ്വൽസ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു ക്വാളിറ്റി. ഇത് നമ്മൾ 4K 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ഔട്ടർ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കിയത്. ഇത് നമ്മൾ ലോ ലൈറ്റിൻ്റെ ടെസ്റ്റ് നോക്കാനായിട്ട് നമ്മൾ ഒരു 6:30 സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത്യാവശ്യം ലോ ലൈറ്റിൽ തന്നെയാണ് നമ്മൾ എഗൻസ്റ്റ് സണ്ണിനാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി തന്നെ നമുക്ക് ഡിജി ഓസ്മോ പോക്കറ്റ് 3 നമുക്ക് തരുന്നുണ്ട്. കണ്ടന്റ് ക്രിയേഷൻ പ്ലാനിങ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിജിയുടെ ഓസ്മോ ആക്ഷൻ 3 ആണ്. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകണം. എങ്ങനെയുണ്ട് ക്യാമറ എന്നൊക്കെ നോക്കാം. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു 1 മന്തായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് അത്യാവശ്യം വർത്തായിട്ട് തോന്നി. കാരണം നമുക്കിതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് സെൻസറാണ്. അതായത് നോർമലി ചെറിയ ക്യാമറയിൽ ഡിജിയുടെ പൊതുവേ കണ്ടുവരുന്ന 1/3 സെൻസറും 1 ഇഞ്ച് സെൻസറിന് 1 ഇഞ്ചിന് താഴെയുള്ള സെൻസറാണ് നമ്മൾ കാണുന്നത്. അപ്പം ആദ്യമായിട്ടാണ് ഡിജി 1 ഇഞ്ച് സെൻസറിലുള്ളൊരു അതും ചെറിയൊരു ടൈനി ക്യാമറ രൂപത്തിൽ ഇറക്കിയത്. ഇപ്പം നമ്മൾ പുറത്തിറങ്ങുന്ന വലിയ ഗിംബലും സാധനമൊന്നും പിടിച്ചുകൊണ്ട് പോകാതെ ചെറിയൊരു സാധനം കൈ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വിഷ്വൽസ് നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത്രയും നല്ല ഹൈ ക്വാളിറ്റി വിഷ്വൽ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. ഇതിന് നമ്മൾ സ്റ്റാൻഡേർഡ് കോംബോ ആണ് നമ്മൾ എടുത്തേക്കണത്. ഇത് നമുക്ക് ഫുള്ള് ഇത് നമ്മുടെ ഗിംബൽ സിസ്റ്റമാണ്. അത്യാവശ്യം ചെറിയ ക്യാമറ ആണെങ്കിലും ഭയങ്കര ഹൈ ക്വാളിറ്റി വിഷ്വൽസാണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഡിജി അവർക്ക് ഒരു 2 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇത് OLED സ്ക്രീനാണ്. അപ്പോൾ അത്യാവശ്യം ടച്ചും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്കിതിനകത്ത് ചെറിയ സ്ക്രീനാണെങ്കിൽ പോലും നമുക്ക് ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ 1 ഇഞ്ചിൻ്റെ സെൻസർ, 1 ഇഞ്ചിൻ്റെ ക്യാമറയാണത്. അത്യാവശ്യം നല്ല ലോ ലൈറ്റിലൊക്കെ അടിപൊളി പെർഫോമൻസാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു ക്യാമറ നമുക്ക് തരുന്നത്. അതുപോലെ എൻ്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫ്ലാറ്റ് സർഫസാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കണ്ടിട്ടിരിക്കുന്നത് ഇതിൻ്റെ വിഷ്വൽസാണ്. അപ്പം
അത്യാവശ്യം നല്ലൊരു വിഷ്വൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇതുപോലെ ഇതിൻ്റെ ട്രാക്കിംഗ് ഉണ്ട്, ഇതിന് ട്രാക്കിംഗ് എനേബിൾഡ് ആണ് ഇതിൽ. അപ്പോൾ നമ്മൾ എങ്ങോട്ട് മാറിയാലും നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാനിതിൻ്റെ സാമ്പിളും കൂടെ ഞാനിതിനകത്ത് ടച്ച് ചെയ്യാം. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമ്മളിപ്പം കേട്ടോണ്ടിരിക്കുന്ന ഓഡിയോ ഇതിൻ്റെയാണ്, നമ്മുടെ DJയുടെ പോക്കറ്റ് 3 ആണ്. ഇത്